എന്നാണ് ഇവിടെ പറയുന്നത്. സ്തുത്യർത്ഥ നൈവേഹ കിഞ്ചന അഗ്ര ആസീ. ഇവിടെ ആധ്യാത്മികമായ തത്വങ്ങളെ കുറിച്ച് പറയുന്നു. മൃത്യുനേവ ഇതം ആവൃതം ആസീ. മുമ്പ് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് പറഞ്ഞല്ലോ ഇതിൽ നിന്നാണ് അശ്വം ഉണ്ടായത്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നു. അവിടെ ഇനി തത്വചിന്തയിലേക്ക് വരുന്നു. ഭാവന തത്വചിന്ത രണ്ടും വരും. തത്വചിന്ത എന്തിനാ? പ്രപഞ്ച തത്വത്തെക്കുറിച്ചല്ല, ആത്മതത്വത്തെക്കുറിച്ചുള്ള ചിന്ത വരും. അപ്പോൾ അവിടെ വരുന്നു കിഞ്ചന കിഞ്ചനവി നാമരൂപ പ്രവിഭക്ത വിശേഷം നൈവാസിത്ന ബഭൗവ. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഗ്രേ പ്രാഗുത്പത്തേഹി മന ആദേഹി. ഈ മനസ്സ് തുടങ്ങിയത് പ്രകടമാകുന്നതിന് മുമ്പ് എന്താണ്? ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശൂന്യമേവ ബഭൂവ. ഭാഷ്യകാരൻ ചോദിക്കുന്നു, എന്താ ശൂന്യമായിരുന്നു? ഇവിടെ മുതൽ ശൂന്യവാദിയെ നിഷേധിക്കുകയാണ്. പറഞ്ഞല്ലോ ബൗദ്ധന്മാര്, ബുദ്ധന്റെ അനുയായികളിൽ ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട്. ശൂന്യമേവ സ്യാത് പറയുന്നു. ശൂന്യവാദികൾ പറയുന്നു, എന്തുകൊണ്ട്? നൈവേഹ കിഞ്ചന, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശ്രുതേഹേ എന്നല്ലേ പറയുന്നത്. ശൂന്യത്തെ തന്നെ സ്വീകരിക്കുന്നു. ഒന്നുമില്ലെന്ന് വെച്ചാൽ അതാണ് ശൂന്യം. ശൂന്യവാദി പറയുന്ന ശൂന്യത്തിന്റെ അർത്ഥം അതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാര്യം ആസീത് ഉത്പത്തേഹി. കാരണം അവിടെ എന്താ പറയുന്നത്? ഉത്പന്നമായി എന്നാണ്. ഉത്പന്നമായി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉത്പന്നമായി എന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ലല്ലോ. ഉത്പന്നമെന്ന് വെച്ചാൽ ഉണ്ടായി. ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നവർ പറയുന്നു. എന്താ? കാര്യമില്ല, കാരണമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉത്പന്നമാകേണ്ട ആവശ്യമുണ്ട്? അതിന്റെ ആവശ്യമില്ലല്ലോ. ആണ് പറയുന്നത് ഉത്പന്നമായി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായില്ല എന്നാണ്. ഉത്പത്തിരേഹി ഘടക. ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉത്പത്തി എടുക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു സൃഷ്ടി, ഒരു ഉത്പത്തി ഇങ്ങനെയാണെങ്കിൽ ഇതേ യുക്തി തന്നെ ഈ സൃഷ്ടിക്ക് മുമ്പിൽ ഉപയോഗിക്കാം. ഒരു മൺപാത്രം അത് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അധഃ പ്രാഗുത്പത്തേർ ഘടസ്യ നാസ്തിത്വം. അതുകൊണ്ട് ഉത്പത്തിക്ക് മുമ്പ് അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കും. ഇവിടെ ഉത്പത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഉത്പത്തിക്ക് മുമ്പ് എന്തായിരുന്നു, ഉത്പത്തിക്ക് ശേഷം എന്താണ്? ഇതും കേവലമായ യുക്തിയെ ആശ്രയിച്ചിട്ടാണ്. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഉത്പത്തി പോലെയുള്ള കാര്യങ്ങളെ കേവല യുക്തിയെ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദോഷമെന്ന് വെച്ചാൽ അത് വസ്തുനിഷ്ഠമായ പഠനങ്ങളൊന്നുമില്ല. അതല്ല, ബുദ്ധിപരമായ ചിന്ത മാത്രം അതിനെ സംബന്ധിച്ച്. ഇതാണ് ഇതിൽ പറയുന്ന ഒരു ദോഷം. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉത്പത്തിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെങ്കിൽ അതിന് പരിശോധിച്ച് നോക്കും, വസ്തുനിഷ്ഠമായി പഠിക്കും. കേവലം യുക്തിയിലൂടെ അല്ല അത് തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ പാത്രത്തിന് കയ്യിലെടുക്കേണ്ട കാര്യമില്ല, കണ്ടാൽ മതി. കണ്ടിട്ട് ബാക്കിയെല്ലാം മനസ്സിലാണ് നടക്കുന്നത്. എങ്ങനെ ഉണ്ടായി മുഖ്യമായിട്ട്. അതുകൊണ്ട് ചിന്തയിലൂടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാർഗത്തെ സ്വീകരിച്ച് തത്വചിന്തയിൽ പറയുന്നത് അല്ല, എങ്ങനെ വസ്തുനിഷ്ഠമായി പഠിച്ചാലും ശരി,
ആത്യന്തികമായി ഇതിന്റെ നിർണയം എവിടെയാണ് സംഭവിക്കുന്നത്? ബുദ്ധിയിലാണ്. ബുദ്ധിയെന്നെ നിശ്ചയിക്കുന്നത് ഇന്നതാണ്. അപ്പോൾ അവിടെ വസ്തുവിനല്ല പ്രാധാന്യം, ബുദ്ധിക്കാണ്. അതുകൊണ്ട് തത്വചിന്തയിൽ ബുദ്ധിയിലൂടെ നിർണയിക്കുന്നു, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഭൗതികമായ പഠനങ്ങളും അന്വേഷണവും തത്വചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികമായ ചിന്തയിൽ വസ്തുനിഷ്ഠമായ പഠനത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. വസ്തുവിനെ ആശ്രയിച്ച് പഠനം നടക്കും. തത്വചിന്തയിൽ ബുദ്ധിയെ ആശ്രയിച്ച് പഠനം നടക്കും. കാരണം അത് പറയുന്നത് ആത്യന്തികമായ നിർണയം ബുദ്ധി സംഭവിക്കുന്നു, ഇന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. ബുദ്ധിയാണ് എല്ലാത്തിനും വെളിപ്പെടുത്തുന്നത്. ബുദ്ധിയിലാണ് സർവവും വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് യുക്തിയെ ആശ്രയിച്ച് അനുസരിച്ച് ഇവരെല്ലാം ഈ പറയുന്ന ബൗദ്ധന്മാരിലൂടെ പ്രധാനമായിട്ട് രണ്ടു കൂട്ടരെയാണ് ഭാഷ്യകാരൻ ചോദ്യം ചെയ്യുന്നത്. ഒന്ന് ശൂന്യവാദികളും മറ്റൊന്ന് ക്ഷണിക വിജ്ഞാനവാദികളും. അതിന് ശൂന്യവാദത്തിനൊക്കെ ഇന്നും പ്രചാരമുണ്ട്. പക്ഷെ ഈ പറയുന്ന ശൂന്യവാദം, ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദം, അതിനെ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പ്രയാസമാണ്. അത് ഭാഷ്യകാരൻ അതിനെ നിശിതമായി നിഷേധിക്കുന്നു. ഒരിക്കലും നമുക്ക് യുക്തിയിലൂടെ ഒരു ശൂന്യതയെ സമർത്ഥിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ശൂന്യവാദം അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ആൾക്കാർ ബുദ്ധൻ പറഞ്ഞതാണ്, അതുകൊണ്ട് ശൂന്യമാണ്, സർവശൂന്യമാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്നത് ഈ ഇവിടെ നിഷേധിക്കുന്ന ശൂന്യവാദമല്ല. അവരെല്ലാം പറയുന്ന ശൂന്യവാദം ഫലത്തിൽ അദ്വൈതമാണ്. ഭാഷ്യകാരൻ നിഷേധിച്ചിരിക്കുന്ന ശൂന്യവാദം സമർത്ഥിക്കാൻ ബുദ്ധിയുണ്ട്, അസാധ്യമാണ്. ആ രീതിയിലാണ് അതിനെ നിഷേധിച്ചിരിക്കുന്നത്. ഇന്ന് ശൂന്യവാദത്തെ സ്വീകരിക്കുന്ന പലരും ശങ്കരാചാര്യരോട് വിരോധമുള്ളവരുമാണ്. അതുകൊണ്ടും ആൾക്കാർ ശങ്കരാചാര്യരോടുള്ള വിരോധം കൊണ്ട് ശൂന്യവാദത്തെ സ്വീകരിക്കും. ശങ്കരാചാര്യരുടെ വിരോധം വരാനുള്ള കാരണം ഇതൊക്കെ തന്നെ. സ്ത്രീശൂദ്രന്മാരെല്ലാം അകറ്റി നിർത്തി അതിനെല്ലാം പിന്തുണച്ചു. അതുകൊണ്ട് അതിന്റെ പേരിൽ ശങ്കരാചാര്യരെ വിമർശിക്കുന്നവരുണ്ട്. അവർക്ക് പറ്റിയ ഒന്നാണ് ശൂന്യവാദം. അതുകൊണ്ട് അവർ പറയും ബുദ്ധന്റെ ശൂന്യവാദമാണ്. പക്ഷെ ശങ്കരാചാര്യരുടെ തത്വചിന്തയുടെ ഏറ്റവും വലിയൊരു സവിശേഷത മറ്റേതൊരു തത്വചിന്തയെക്കാളും ശങ്കരാചാര്യ തന്റെ ആ തത്വചിന്തയിൽ തനിക്കൊരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ല. തന്നെ അതിന്റെ വക്താവായിട്ട് ഒരിടത്ത് അവതരിപ്പിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഭാഷ്യം മുഴുവൻ നോക്കുക. അതാണ് അതിന്റെ ഒരു വിശേഷത. അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ പറയുമ്പോൾ സർവത്ര അങ്ങനെ പറയുന്നതാണ് ഇത് ശ്രുതി പ്രാമാണ്യ. അതുകൊണ്ട് ശങ്കരാചാര്യരെ വിമർശിച്ചാലും നമുക്ക് അദ്വൈതത്തെ വിമർശിക്കാൻ ഒക്കത്തില്ല. താനാണ് ഇതിന്റെ അതോറിറ്റി എന്നൊന്നും ശങ്കരാചാര്യരിടത്തും പറയുന്നില്ല. ശ്രുതി പറയുന്നു, അല്ലെങ്കിൽ പറയാം എന്താണ് പൂർവാചാര്യന്മാർ പറയുന്നു. ഇത് ഞാൻ പറയുന്നു, ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്റെ അനുഭവമാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. ഇനി ആരുടെയെങ്കിലും അനുഭവം എന്ന് പറഞ്ഞാലും ശരി, ഇന്നും പലർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെന്നേ പറയത്തുള്ളൂ. അല്ലാതെ താൻ ഇതിന്റെ ആളാണ് അദ്വൈതത്തിന്റെ അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് ശങ്കരാചാര്യം വിമർശിക്കുന്നവർക്കും അദ്വൈതത്തെ വിമർശിക്കാൻ ഒക്കത്തില്ല. അതിനാണ് അതിന്റെ ഒരു മേന്മയും. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയാത്തവരാണ്
ശങ്കരാചാര്യൻ വിമർശിക്കപ്പെടുന്നു, അതുകൊണ്ട് അദ്വൈതം സ്വീകരിക്കണ്ട, അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികളുണ്ട്. പുസ്തകം വായിക്കുന്നവർക്ക് അതൊക്കെ അറിയാം. പക്ഷെ ശങ്കരാചാര്യൻ വിമർശിച്ചാലും അദ്വൈതത്തെ വിമർശിക്കാൻ പറ്റില്ല. അവിടെ അദ്വൈതത്തെ ശങ്കരാചാര്യൻ അവതരിപ്പിക്കുന്നത് വളരെ നിരപേക്ഷമായ ഒരു തത്വചിന്ത. അതിന് എന്തിനോടെങ്കിലും ഒരു കടപ്പാടുണ്ടെങ്കിൽ അത് ശ്രുതിയോട് മാത്രമാണ്. അതിനെ നമുക്ക് പറയാം എന്താണ് പൂർവാചാര്യന്മാരുടെ അനുഭവം, സ്വന്തം അനുഭവം. ഞാൻ അദ്വൈതത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളും എന്നെപ്പോലെ സാക്ഷാത്കരിക്കണമെന്നല്ല പറയുന്നു. പൂർവാചാര്യന്മാർ ഇത് ശിശ്രുമ, ശ്രുതിയുടെ വചനം അതാണ്, ഇത് ശിശ്രുമ പൂർവേഷ ഏനസ്തദ്വിദചക്ഷുരേ. നമ്മളോടത് അവർ പറയുന്നു, നമ്മൾ അത് മനസ്സിലാക്കും. പിന്നെ അവിടെ ശങ്കരാചാര്യ അത് കവിഞ്ഞാൽ ആശ്രയിക്കുന്ന യുക്തിയെ, ആ യുക്തിയെ നിഷേധിക്കുക എളുപ്പമല്ല. ആ യുക്തി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ശൂന്യവാദത്തെ നിഷേധിക്കുന്നത്. യുക്തിയിലൂടെ ശങ്കരാചാര്യൻ നിഷേധിച്ച ആ ശൂന്യവാദത്തെ തിരിച്ചുകൊണ്ടുവരാൻ പ്രയാസമാണ്. ശങ്കരാചാര്യരുടെ വിരോധം ഉണ്ടായാലും അത് തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. അത്ര ശക്തമായിട്ടാണ് നിഷേധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ പിറകെ അത് ശങ്കരാചാര്യൻ പറയുന്നുണ്ട്. എന്തിനീ വാദവിവാദങ്ങളിലേക്ക് പോകണം? തത്വം പറഞ്ഞ പോലെ അത് പറയും പോരാ, വാദവിവാദങ്ങളിലേക്ക് പോയേ തീരും. ഇല്ലെങ്കിൽ ഈ ശൂന്യവാദം പോലെയുള്ളതിനെ കുറിച്ച് ചിലർ പറയുമ്പോൾ ഇനി ആരെങ്കിലും പറയണം ഞാൻ ഇതാ ആ ശൂന്യം എന്റെ അനുഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശ്രദ്ധ കൊണ്ട് ആൾക്കാർ അതിന്റെ പുറകെ പോകും. ശരിയായിരിക്കും, എന്റെ ഗുരുവിന്റെ അനുഭവമാണ് ശൂന്യമെന്ന് ഞാനും പോകും. മനുഷ്യന്റെ സ്വഭാവമാണ്. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ശൂന്യം കേട്ട് ആരുടെയെങ്കിലും പിറകെ സഞ്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധാലുക്കളായ ആൾക്കാർ വഴിതെറ്റി സഞ്ചരിക്കും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ശൂന്യം എന്ന് പറയണമെങ്കിൽ അതിനെ നിഷേധിക്കുന്നു. അസാധ്യമല്ല. അങ്ങനെ നിങ്ങൾ പോകുന്നെങ്കിൽ ഒരു വട്ടം ഒന്ന് ആലോചിക്കുക, അത് സാധ്യമാകുമോ? അങ്ങനെ ഒരു ശൂന്യത്തെ അംഗീകരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ക്ഷണിക വിജ്ഞാനവാദം, പലതരത്തിലുള്ള വാദങ്ങൾ, അതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറകെ ആൾ പോകാതിരിക്കും. അതിനുവേണ്ടി പറയുകയാണ്. അപ്പൊ ശ്രദ്ധാലുക്കൾ വഴിതെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം ഞാൻ നിഷേധിക്കുന്നത്. വാദേ വാദേ ജായതേ തത്വബോധ എന്നും പറയുന്നു. അത് അതിന്റെ മറ്റൊരു പ്രയോജനമാണ്. ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ സഹായിക്കും. എന്താണ് അത് ഏതല്ല എന്ന് മനസ്സിലാക്കുന്നു. സഹായിക്കും. ഇന്നതല്ല, ഇത് ശൂന്യമല്ല, ഇത് ക്ഷണിക വിജ്ഞാനമല്ല, ഇങ്ങനെ മനസ്സിലാക്കുന്നത് സഹായിക്കും. അപ്പോൾ അതിൽ നിന്ന് അത് ഒഴിവാക്കാമല്ലോ. അപ്പോൾ നിഷേധ പ്രതിയോഗിയായിട്ടെന്ന് പറയും. ആ തത്വത്തെ മനസ്സിലാക്കുക. ഇതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധിക്കാൻ പറ്റാത്തതായി മനസ്സിലാക്കുക. കാരണം ഇവിടെ പ്രാധാന്യം കേവല ശ്രദ്ധയ്ക്കോ മറ്റെന്തെങ്കിലും അനുഷ്ഠാനത്തിനുണ്ടോ? ഇവിടെ പ്രാധാന്യം വിചാരത്തിനാണ്. വിചാരത്തെയാണ് വാദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ തത്വനിഷ്ഠയ്ക്ക് ഏതല്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയാണ്. ഇതല്ല, ഇതാണ് ഇതിന്റെ ശൈലി, മാർഗം. അന്ന് ഇക്കാര്യത്തിന് വിശേഷിച്ചും പ്രാധാന്യമുണ്ടായി. അന്ന് എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്വാൻമാരുടെ മുമ്പിൽ വന്നു അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം നേടണം. അതിന് ശങ്കരാചാര്യ ദിഗ്വിജയം നടത്തിയെന്നാണ് പറയുന്നത്. വിദ്വാൻമാരെ അനുമോദിച്ചാലേ അതൊരു തത്വമായി
അതിന് അംഗീകാരം ലഭിക്കത്തുള്ളൂ. അല്ല ഒരാൾ എന്തെങ്കിലും പറയണതിന്റെ കൽപ്പന അത് കേട്ട് അതിന്റെ പിറകെ പോവുക, അതിനാരും തയ്യാറായിരുന്നില്ല.